ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം, അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ യോഗം തീർച്ചയായും നാടിൻ്റെ ദുഃഖമാണ്. രണ്ട് കുഞ്ഞുങ്ങൾ, അതോടൊപ്പം അമ്മ, സഹോദരങ്ങൾ, മറ്റ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇനിയുള്ള നടപടിക്രമങ്ങളിൽ കളക്ടർ അവിടെ നിയമിതനായിട്ടുള്ള നടത്തിയിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം അവർ പോകും. അപ്പോൾ DNA സാമ്പിൾ എടുക്കുന്നത് ആവശ്യമെങ്കിൽ അതിന് ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റും അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡൻറ്റിഫിക്കേഷൻ DNA സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇത് ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും, അതായത് ഇപ്പോൾ ഈ സഹോദരങ്ങൾ ആണെന്നുള്ള ഇവരുടെ ഐഡൻറ്റിറ്റി കാർഡുകളുണ്ട്. അതുകൂടാതെ ഓതറൈസേഷൻ ലെറ്റർ ഉൾപ്പെടെയുള്ളവ ഔദ്യോഗികമായിട്ടുള്ളത് ജില്ലാ ഭരണകൂടം നൽകും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ നടപടി പൂർത്തിയാക്കി എത്ര ദിവസം കൊണ്ട് അതിനാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. അവിടെ ഒരു സ്പെഷ്യൽ ഓഫീസർ നിയമിതനായിട്ടുണ്ട്, IAS ഓഫീസർ നിയമിതനായിട്ടുണ്ട്. അപ്പോൾ ആ IAS ഓഫീസറുമായിട്ട് ജില്ലാ കളക്ടർ കോർഡിനേറ്റ് ചെയ്തിരുന്നു. ഗവൺമെൻറ്റിൽ നിന്ന് അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷനും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികളിൽ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എയർ ഇന്ത്യയും അത്തരത്തിലാണ് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവരെ 72 മണിക്കൂറാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് DNA സാമ്പിളിംഗ് ആവശ്യമുണ്ടെങ്കിൽ DNA സാമ്പിൾ എടുത്തിട്ട് 72 മണിക്കൂറിനുള്ളിൽ ഫലം നൽകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അപ്പോൾ ആദ്യഘട്ടത്തിൽ ഐഡൻറ്റിഫിക്കേഷൻ സാധ്യമാകുമെങ്കിൽ അതിലൂടെ കണ്ടെത്താനായിട്ട് കഴിയും. അല്ലെങ്കിൽ DNA സാമ്പിൾ എടുത്ത് 72 മണിക്കൂറിന് ശേഷം അതുള്ളിൽ ഫലം വന്ന് പിന്നീടായിരിക്കും ഇവിടെ എത്തിക്കുന്നതിനുള്ള നടപടികളൊക്കെ ഉണ്ടാവുക. അതിനനുസരിച്ച് ക്രമീകരിക്കും. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.